ഹായ് ഓൾ. രാവിലെ തന്നെ തണ്ടേ, രാവിലെ 8 മണിയായതേ ഉള്ളൂ. ഭയങ്കര സന്തോഷത്തോടെ ചാടി ഇറങ്ങി വരുന്നതുണ്ട്. ഈ തണുപ്പത്ത് ഈ രാവിലെ ഇത്ര സന്തോഷത്തോടു കൂടി എങ്ങോട്ട് പോകുന്നതെന്നല്ലേ. ഇന്ന് ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ചേട്ടായുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് വിളിച്ചേക്കുവാണ്. അപ്പോൾ ഭാഷ അറിയാത്തത് കൊണ്ട് ഞങ്ങളെയും കൂടെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെ പോയി. നമ്മളിത് ഓൺലൈനിലാണ് അപ്ലൈ ചെയ്തത്. 3 മാസത്തോളമായി ഇവരിൽ നിന്ന് യാതൊരു നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അവിടുന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളോടും റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. അപ്പം വിസയുടെ കാലാവധി കഴിയാറ് എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ടെൻഷനിലായിരുന്നു. എന്തായാലും സമയമായപ്പം അവർ തന്നെ നമുക്ക് മെയിൽ അയച്ചു, ഇന്ന ദിവസം വന്ന് കളക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് പോകാൻ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാഡ് ഹോംവർക്കിലായിരുന്നു പോകേണ്ടത്. അപ്പോൾ അവിടെ ഇറങ്ങി അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുന്ന് വായി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ വായി നോക്കിയിരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോ ഒക്കെ പിടിച്ച്. അപ്പം അതിനിടയ്ക്ക് അവിടെ പൊന്നി ഓടി പുള്ളി അതിനിടയ്ക്ക് വീഴുകയും ചെയ്തു. പല പ്രാവശ്യം പറഞ്ഞ് ഓടല് വീഴുമെന്ന്. പക്ഷെ വീണിഞ്ഞപ്പോൾ പുള്ളിക്കൊരു സമാധാനമായി, ചിരിച്ചുകൊണ്ട് എണ്ണീറ്റ് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് സമയമായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ്സൊക്കെ പിടിച്ച് പതുക്കെ ഇറങ്ങിയാണ് കേട്ടോ. നമ്മളിറങ്ങി പുറത്തേക്കൊക്കെ നടന്നു. അപ്പോൾ പുറത്ത് തന്നെയാണ്, നമുക്ക് തൊട്ട് പുറത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി. നമ്മൾക്ക് ഓരോ സ്ഥലത്തേക്കും പോകാനുള്ള ബസ്സിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളുടേത് കണ്ടുപിടിച്ച് നമുക്ക് 8-ാം നമ്പറിലായിരുന്നു. നമ്മൾ പിന്നെ അവിടെ പോയി നമ്മുടെ ബസ് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ വരുമായിരുന്നു. അപ്പം ഞങ്ങളവിടെ നോക്കി നിന്നതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പൊന്നിയുടെ കുറേ സംശയങ്ങളാണ്. ദൈവമേ, ഈ സംശയത്തിനൊക്കെ എവിടെ നിന്നൊക്കെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഈ ബസ് എന്തുകൊണ്ട് ഈ കളറിൽ കിടക്കുന്നു, ആ ബസ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, ഈ ബസ്സിൽ എന്തേ അമ്മ കയറാത്തത്, നമുക്ക് ആ ബസ്സിലാണോ കയറേണ്ടത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ. അതിനൊക്കെ ഓരോ മറുപടി പറഞ്ഞ് കുറച്ച് നേരം എല്ലാവരെയൊക്കെ വായി നോക്കി, അതും പറഞ്ഞ് ഇതും പറഞ്ഞൊക്കെ അവിടെ നിന്നു. അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി, ബസ് കയറി. അവിടെ വേണ്ടി ഇതാണ് നമ്മുടെ ഔസ്ലാൻഡ് പഹോടെ. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളെ അവരകത്തേക്ക് കയറ്റി വിട്ടു. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നു. ഞങ്ങളെ ചെന്നപ്പോഴത്തേനും ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമയമായപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പോഴത്തേനും ഞങ്ങൾ അവിടത്തേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു പണി കിട്ടി. കാരണം നമ്മൾ കൊണ്ടുപോയ ഫോട്ടോ കുറച്ച് പഴയതായിരുന്നു. അതുകൊണ്ട് അവർ നമുക്ക് കാർഡ് തന്നില്ല. അവർ നമുക്കൊരു ലെറ്റർ തന്നു. നമ്മുടെ ഇത് ഇത്ര വരെ നീട്ടിയിട്ടുണ്ട്, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് പോസ്റ്റിലേക്ക് നമ്മൾ നിങ്ങളുടെ കാർഡ് തരും, അതുവരെ നിങ്ങൾ ഇത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലെറ്റർ തന്നു. എന്നിട്ട് ഫോട്ടോ ഇന്ന് തന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് മാറ്റാനായിട്ട് പോയി മുടി വെട്ടിയതാണ്. ഭാഷ അറിയാതിരുന്നിട്ട് അവർ 0-ലിട്ട് വെട്ടട്ടെ ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഇട്ടോ എന്ന് ഓക്കെ പറഞ്ഞു, ചോദിക്കാതെ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് ഓൾറെഡി അവർ ആ 0-ൽ വെച്ച് കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ട് തനി ഞങ്ങൾ മുട്ടയാക്കി ഇങ്ങോട്ട് എടുത്തിട്ട് പോന്നു.